ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് വയലറ്റാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പും അതുപോലെ വീടും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ താമസിക്കുന്ന വീടും അതുപോലെ വർക്ക്ഷോപ്പും വാടകയാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിനോട് ചേർന്ന് ചെയ്തൊരു ഷെഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇത് പുതുക്കി പണിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറേണ്ട സമയം ഏതാണ്ട് ആയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് ഷീറ്റൊക്കെ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം വർക്ക്ഷോപ്പാണ് നമുക്ക് പൊളിക്കേണ്ടത്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഒരു ചെറിയൊരു സ്ഥലം എടുത്തിട്ട് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാർപ്പൊക്കെ കഴിഞ്ഞ് വയറിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടം എത്തിയതാണ്. ആ സമയത്താണ് നല്ല മഴയും അതുപോലെ ലോക്ക്ഡൗണും വന്നത്. ഇപ്പം നമുക്ക് വിചാരിച്ച പോലെ ഉൾവശം മാത്രമേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 16 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് പുതിയ വീട്ടിലേക്ക് പോകും. അപ്പോൾ വർക്ക്ഷോപ്പ് പൊളിച്ച് അവിടെ സെറ്റാക്കൽ എന്ത് തന്നെയാലും വിചാരിച്ച പോലെ നടക്കില്ല. നല്ല സമയം വേണ്ടി വരും. എന്നാൽ തന്നെ സെറ്റാക്കിയാൽ തന്നെ ഈ ഒരു സൗകര്യം നമുക്ക് കിട്ടൂല. തട്ടിയും മുട്ടിയിട്ട് ജസ്റ്റ് ഒപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് തന്നെയായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മഴേൻ്റെ തുടക്കത്തിൽ തന്നെ ഇതാ കളത്തിലെല്ലാം കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട്. ഇതൊന്നല്ല, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളമാണ് ഉണ്ടാവില്ല. എല്ലാ വർഷവും നമ്മൾ നേരിടുന്ന ചെറിയൊരു പ്രശ്നം കൂടിയാണിത്. പിന്നെ ഇവിടെ ഒരു വലിയ ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വെച്ചാണ് ഈ കാണുന്ന റീസ്റ്റോറേഷൻ വർക്കും അതുപോലെ പെയിൻറ്റിങ് വർക്കും പല വീഡിയോസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പ്. പിന്നെ വർക്ക്ഷോപ്പിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരുപാട് 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിൻ്റെ സ്പെയർ പാർട്സുകൾ പഴയതാണ്. അത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തെടുത്ത് ഒരു വീഡിയോയിലെടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ്. ഇത് സെറ്റാക്കുന്ന വീഡിയോവും നമ്മൾ മുൻപേ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. പഴയ സ്കൂട്ടർ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ ആക്കാൻ വേണ്ടിയിട്ട് മുൻപേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പഴയ പൊളിക്കുന്ന സ്കൂട്ടറൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നു. ഇവിടുന്ന് കിട്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ ഒരു വെസ്പ സെലക്ട് സ്കൂട്ടർ സെൻറ്ററിലേക്ക് കട്ടാക്കി, പേപ്പറൊക്കെ തെറ്റി കിടക്കുന്നുണ്ടായിനി. അങ്ങനെ സെൻറ്ററിലേക്ക് കട്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിൾ. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റം ഫോട്ടോഷോപ്പും അതുപോലെ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. ഇങ്ങനെ 2 സിസ്റ്റമാണ് വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. ഇത് കാനോണിൻ്റെ ഒരു 1600D DSLR ക്യാമറയാണ്. എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിൽ നമ്മൾ മൊബൈൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോസിൽ എടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതേപോലെ ഒരു DSLR ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ എൻ്റെ കോഴിക്കോടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂലബീബ് ഈ ഒരു ക്യാമറയും ഒരു ട്രൈപോഡും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി പുതിയൊരു ക്യാമറ എടുത്തു കഴിഞ്ഞാലും, എത്ര വില കൂടിയ ക്യാമറ എടുത്തു കഴിഞ്ഞാലും ഈ ക്യാമറ നമ്മൾ നിധി പോലെ സൂക്ഷിക്കും. കാരണം അത്രയും വില ഞാൻ ഈ ക്യാമറയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറയും അതേപോലെ ട്രൈപോഡും ഒരുപാട് നല്ല ഉപദേശവും തന്ന് എന്നെ എത്ര വരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂലബീബിനെ ഒരു ഫോട്ടോയിലൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഷെയ്ക്കില്ലാതെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു ഗിംബൽ വാങ്ങിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്നെ നമ്മൾ പിന്നെ വാങ്ങിച്ച ഒരു ക്രെയിൻ 2ൻ്റെ ഗിംബലാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ യഥാർത്ഥ ഫീൽഡ് ഇതല്ല, ഞാൻ ആർട്ടിസ്റ്റാണ്. നമ്മൾ കുറേ വർഷം ബോർഡെടുത്തും അതേപോലെ ചിത്രം വരെയായിട്ട് നടന്നതാണ്. പിന്നെ എങ്ങനെയോ വണ്ടിപ്രാന്ത് തലക്കൂടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു. അതിനുശേഷം 2 സ്ട്രോക്ക് അല്ലാതെ ഒരുപാട് വണ്ടികൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഒരു മാമൻ്റെ മക്കളും അതേപോലെ ഇളയപ്പൻ്റെ മകനും ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, നല്ല വ്യൂസ് കിട്ടും. അങ്ങനെ അവർ തന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ അമ്മ. അമ്മേനെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. അമ്മേൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വർക്കിനിടെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നതും അമ്മ തന്നെയാണ്. അല്ലേ? എന്നെ കൊണ്ട് എപ്പോൾ പണിയെടുപ്പിക്കലാന്ന്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം തുടക്കത്തിൽ ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എനിക്കൊന്നും പറ്റിയൊരു പണിയല്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഷെയർ ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്തും ഇപ്പോഴും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാ ആൾക്കാരും ഇല്ല ആൾക്കാരെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ചില കമൻറ്റുകൾ ജസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളെ വീഡിയോൻ്റെ ക്യാമറ എഡിറ്റിങ് റീസ്റ്റോറേഷൻ ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും എഡിറ്റിങ്ങും ക്യാമറയും റീസ്റ്റോറേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസിൻ്റെ ക്യാമറ എഡിറ്റിങ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുമാണ്, നമുക്ക് നല്ല സമയവും വേണ്ടി വരാറുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിൻ്റെ ഒരുപാട് റീസ്റ്റോറേഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ മാറ്റാം, ക്ലച്ച് കേബിൾ എങ്ങനെ മാറ്റാം, ബ്രേക്ക് ഷൂ, അതേപോലെ പെയിൻറ്റിങ്ങിനെ കുറിച്ച്, പെയിൻറ്റ് റിമൂവിനെ കുറിച്ച്, പിന്നെ കുറേ മിനിയേച്ചർ ആർട്ട് വർക്ക്, ഇങ്ങനെയുള്ള 120-ന് മുകളിൽ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനാൽ ഇപ്പോഴും ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ആ കമൻറ്റ് ജസ്റ്റ് നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ കൂടുതലും എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫോൺ നമ്പർ കൊടുക്കാത്തതിൻ്റെ കാരണം, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് വിളിക്കുന്ന ആൾക്കാർ ജസ്റ്റ് കൂടാൻ തുടങ്ങി. അങ്ങനെ നമുക്കാകെ കൂടി ഒരു ഫോണാണെന്നുള്ളത്. ആ ഫോണിലേക്ക് ഇങ്ങനെ ഒരുപാട് കോൾ വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടല്ല, നമുക്ക് ആ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെയാണ് ആ നമ്പർ നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ നമ്പർ എടുത്തത്. ഇപ്പം ഉപയോഗിക്കുന്നത് 3ാമത്തെ നമ്പറാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഫേസ്ബുക്കും എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജാണ് വന്ന് കിടക്കുന്നുണ്ട്. അതിലും മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ നമ്പർ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആദ്യമൊക്കെ മെസ്സേജിന് റിപ്ലൈയും കൊടുക്കലുണ്ട്, പിന്നെ അത്യാവശ്യം ഫോൺ നമ്പറും കൊടുക്കലുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥിതിയെല്ലാം വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ലെവലിലേക്കാണ് കാര്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം വരുന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും മെസ്സേജ് ഉണ്ട്, ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഫോൺ നമ്പർ കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്രയും മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നുണ്ട്. പിന്നെ റിക്വസ്റ്റിലും ഒരുപാട് മെസ്സേജ് ഉണ്ട്. 4-5 ആൾക്കാർക്ക് ജസ്റ്റ് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. നമ്മളത് റിപ്ലൈ കണ്ടിന്യൂ ചെയ്യണം, ഒരുപാട് ടൈം ചെയ്യേണ്ടി വരും. അപ്പോൾ റിപ്ലൈ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു.
എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനോടും ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പ് പൊളിച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഉണ്ടാക്കിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, റീസ്റ്റോറേഷൻ വീഡിയോ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സമയം വേണം. എന്നാലും ആഴ്ചയിൽ നല്ലൊരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെയായാലും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ചാനലിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പലർക്കും ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.